അല്പസമയം മുൻപുണ്ടായൊരു വാർത്തയിലേക്കാണ്. തമിഴ്നാട്ടിലെ ശിവകാശി സെങ്കമൽപ്പട്ടിയിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം, 8 പേർ മരിച്ചു, നിരവധി പേർക്ക് പരുക്ക്. പടക്ക നിർമ്മാണശാല പൂർണ്ണമായി കത്തി നശിച്ചു. മനേഷ് മൂർത്തി ഏറ്റവും പുതിയ വിവരങ്ങളുമായി. മനേഷ്, ഇതെല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പടക്ക നിർമ്മാണശാല തന്നെയാണോ? എങ്ങനെയാണ് സ്ഫോടനം ഉണ്ടായത്? കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അനുജ, നിരവധി കുറച്ച് വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സുദർശൻ എന്ന് പറയുന്ന ഒരു പടക്ക നിർമ്മാണ ശാലയാണിത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇവർ അപകടം ഉണ്ടാകുന്നത്. 10 മുറികളിലധികം അവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അതിൽ 7 മുറികളും പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. 8 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 12 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പോലീസും ഫയർഫോഴ്സും ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ അപകട സമയത്ത് എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഓരോ മുറികളിലും ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. സ്വാഭാവികമായും അവിടെ ഇനി കൂടുതൽ ആളുകൾ അതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അഗ്നിരക്ഷാസേനയും പോലീസും ഒക്കെ അന്വേഷിച്ച് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലൈസൻസിന്റെ മറ്റു കാര്യങ്ങളുമൊക്കെ ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. എന്തായാലും 8 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12 പേർ ചികിത്സയിലുണ്ട്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. രക്ഷാപ്രവർത്തനം തുടരുകയാണ് അവിടെ ശിവകാശിയിൽ. ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിലാണ് 8 പേർ മരണമടഞ്ഞത്. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.